സോ യൂണിറ്റ് മെഷർമെൻറ്റിലെ എക്സാമ്പിൾ 1.4 ആണ് നമ്മൾ നോക്കുന്നത്. ദ SI യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ ഈസ് ഈക്വൽ ടു kg മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ദാറ്റ് ഓഫ് സ്പീഡ് v ഈസ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഓഫ് ആക്സലറേഷൻ a ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വിച്ച് ഓഫ് ദ ഫോർമുല ഫോർ കൈനറ്റിക് എനർജി k ഗിവൺ ബിലോ ക്യാൻ യു റൂൾ ഔട്ട്? ഓക്കെ, റൂൾ ഔട്ടാണ് ചോദിച്ചിട്ടുള്ളത്, അതായത് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് ഡയമെൻഷൻ ആർഗ്യുമെൻറ്റ്സ് m സ്റ്റാൻഡ്സ് ഫോർ മാസ് ഓഫ് ദ ബോഡി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു കൈനറ്റിക് എനർജിയുടെ ഒരു യൂണിറ്റ് തന്നിട്ടുണ്ട്. LHS എന്ന് പറയുന്നത് എന്താണ്? K ആണ്. LHS K എന്ന് പറയാൻ കാരണം ഇവിടെ എല്ലായിടത്തും K ആണ്, അതുകൊണ്ട് നമ്മൾ K എന്ന് എടുത്തു. കൈനറ്റിക് എനർജിയുടെ ആണ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? യൂണിറ്റ് kg മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ ഡയമെൻഷൻ ആക്കുമ്പോൾ kgൻ്റെത് m-ഉം മീറ്റർ സ്ക്വയറിൻ്റെത് L സ്ക്വയർ, സെക്കൻഡ് ഇൻവേഴ്സ് സ്ക്വയർ ആകുമ്പോൾ T-2. അപ്പോൾ ഇതാണ് നമ്മുടെ LHS. ഓക്കെ, ഇത് വരാത്തത്, അതായത് ഈ ഒരു ഡയമെൻഷണൽ ഫോമുല വരാത്തതാണ് നമ്മുടെ ആൻസേഴ്സ്. സോ നമുക്ക് RHS വെച്ച് നോക്കാം. RHSൻ്റെത് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതണ്ട, ഓരോരുത്തരും എഴുതാം. അപ്പോൾ ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? RHS എന്ന്. ഓപ്ഷൻ എൻ്റെ RHS എന്ന് പറയുന്നത് m²v³, അതായത് മാസിൻ്റെ സ്ക്വയറും വെലോസിറ്റിയുടെ ക്യൂബും. മാസിൻ്റെത് ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു, m ആണ് നമ്മളെ മാസിൻ്റെ ഡയമെൻഷന്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ. പിന്നെ വെലോസിറ്റിൻ്റെ ഞാൻ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണവാട പഠിക്കുന്നതാണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്ററിൻ്റെത് എല്ലാം പിന്നെ പെർ സെക്കൻഡ് ആയതുകൊണ്ട് T-1, അപ്പോൾ LT-1ൻ്റെ ഹോൾ ക്യൂബും. അപ്പോൾ ഇത് വരെ എത്രയാണ്? m² L³ T-3 എന്ന് വരും. ഓക്കെ, ഇത് അപ്പോൾ എന്താണ്? ഇത് റൂൾ ഔട്ടായി, കാരണം LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷനിൽ എന്ത് ചെയ്യാം? ഇത് മാർക്ക് ചെയ്യാം, ഒരു റൗണ്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് കാരണം ഇത് കറക്റ്റ് ഓപ്ഷനാണ് ഇതില്ല, അതുകൊണ്ടാണ് ഇത് റൂൾ ഔട്ട് ആയതല്ലേ. നമ്മൾക്കിവിടെ റൂൾ ഔട്ട് ആട്ടോ വേണ്ടത്. ആൻഡ് ഓപ്ഷൻ ബി നോക്കുമ്പോൾ ഓപ്ഷൻ ബി എന്താണ്? K ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബിയുടെ RHS നോക്കിയാൽ മതിയല്ലോ. LHS നമ്മൾ ഓൾറെഡി എടുത്തില്ലേ. RHS നോക്കുമ്പോൾ K എന്ന് പറയുന്നത് ഓക്കെ, ½ mv² ആണ്. ഈ ഒരു ഫോർമുല ഉണ്ടല്ലോ, കറക്റ്റ് ഫോർമുലയാണ്. അപ്പോൾ ഇത് ഫിസിക്കലിയും കറക്റ്റാണ്, ഡയമെൻഷനിലും കറക്റ്റാണ്. നമുക്ക് ഇവിടെ ഡയമെൻഷനെ മാത്രം നോക്കിയാൽ മതി, ഫിസിക്കലി നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞാണ്. സോ mv²ൻ്റെ ഹാഫിന് എന്തില്ല? ഹാഫിന് ഡയമെൻഷൻ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ mv²ൻ്റെതാണ് എടുക്കേണ്ടത്. മാസിൻ്റെത് m, വെലോസിറ്റിൻ്റെത് LT-1ൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ എത്രയാണ്? mLT-2 എന്ന് വരും, അല്ല mL² T-2 എന്ന് വരും. അപ്പോൾ ഇതെന്താണ്? LHS ഈസ് ഈക്വൽ ടു RHS ആണ്. അപ്പോൾ ആ ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. ഇനി ഓപ്ഷൻ സിയിൽ പറയുന്നത് RHS എന്ന് പറയുന്നത് എന്താണ്? MA ആണ്. ഈ MAൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് MA എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ്. F ഈസ് ഈക്വൽ ടു MA ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ വരത്തില്ല, എന്നാലും ചെയ്ത് നോക്കാം. എമ്മിൻ്റെ എന്താണ്? M. പിന്നെ ആക്സലറേഷൻ്റെ എന്താണ്? LT-2, കാരണം എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അപ്പോൾ LT-2. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ mLT-2 എന്ന് വരും. ഇതെന്താണ്? റൂൾ ഔട്ടായി, കാരണം LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്യാം. ഈ ഓപ്ഷന് ഞാനൊന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്, സോറി. ഇനി ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എന്താണ്? K ഈസ് ഈക്വൽ ടു 3/16 mv². എടാ ഇവിടെ ഞാൻ ഈ ഒരു ഭാഗത്ത് ചെയ്തില്ല, അതായത് ഓപ്ഷൻ ബിയിൽ ഞാൻ ചെയ്തത് ½ mv². ഞാൻ പറഞ്ഞു ഈ 1/2 എന്തില്ല, ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ 3/16, കാരണം ഇതിനെന്തില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഈ mv² എന്താണ്? ഇതേ ഡയമെൻഷൻ തന്നെയല്ലേ വരിക, ഈ ഒരു ഡയമെൻഷൻ തന്നെ ആയിരിക്കും ഇത് വരിക. പിന്നെ ഇതെന്താണ്? ഇത് ഫിസിക്കലി കറക്റ്റ് അല്ല കേട്ടോ. ഇത് ഡയമെൻഷനിന് കറക്റ്റാണ്, പക്ഷേ ഫിസിക്കലി കറക്റ്റ് അല്ല. ഇവിടെ ക്വസ്റ്റ്യൻ ഡയമെൻഷനിലാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാലും ഞാൻ പറഞ്ഞതാണ് ഫിസിക്കലി കറക്റ്റ് അല്ല. കാരണം നിങ്ങളൊരു 5th ചാപ്റ്ററിലാണ്, വർക്ക് എനർജി പവറിൽ നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ഫോമിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. സോ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എഴുതി വെക്കാം, mL² T-2. ഇത് ഞാൻ ഇങ്ങനെ എഴുതിയൊക്കെ, കാരണം ഞാൻ ഇവിടെ ഓൾറെഡി മുകളിൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് mv²ൻ്റെത്. ഇതിൻ്റെ ഡയമെൻഷൻ ഇല്ല കേട്ടോ, ഈ 3/16. സോ mLT-2 ഇതെന്താണ്? ഇത് LHS ഈസ് ഈക്വൽ ടു RHS ആണ്. ആൻഡ് നോക്കുവാണെങ്കിൽ ഈന് കുറച്ച് പ്രത്യേകതകളുണ്ട് അല്ലേ. അതായത് ഈന് നോക്കുവാണെങ്കിൽ ആഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈൻ്റെ RHS എന്ന് പറയുമ്പോൾ ½ mv² പ്ലസ് MA ആണ്.
അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോമുല എടുക്കുമ്പോൾ ഇത് രണ്ടും നമ്മളിപ്പോൾ ചെയ്തതാണ്. ml² t - 2 പ്ലസ് ml/t - 2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും എന്താണ് ഡിഫറെൻറ്റ് ഫിസിക്കൽ, അതായത് ഡിഫറെൻറ്റ് ഡയമെൻഷണൽ യൂണിറ്റാണ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ച് പഠിച്ചിട്ടുണ്ട്. എന്ത് ഡിഫറെൻറ്റ് ഡയമെൻഷനുള്ള ഒരു രണ്ട് ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ വെച്ച് തന്നെ കമ്പയർ ചെയ്യണം. അതായത് ഈ ഒരു ഇത്രയും വെച്ചിട്ട് തന്നെ നമുക്ക് LHS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS. സോ ഇതും എന്താണ് റൂൾ ഔട്ടായി. അതുകൊണ്ട് നമ്മളെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ACE ആണ് കേട്ടോ. അത് ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നു. ഓക്കെ, അതുപോലെ. സോ അത്രേ ഉള്ളൂ. താങ്ക് യു.